ഐശ്വര്യ, എന്താ അവിടെ? അമ്മേ, അതമ്മേ ഞാൻ വെറുതെ അവിടെ. എന്താടി ന്യൂസ് പിടിക്കാനാ? എന്താ നീ മുഖം വീർപ്പിച്ച് കാണിക്കുന്നേ? ഞാൻ ചോദിച്ച ഇഷ്ടായില്ലേ? അതമ്മേ ഞാൻ വെറുതെ. വെറുതെയോ? നീ ഇങ്ങനെ നിൽക്കുന്നത് ഒരിക്കലും വെറുതെ ആവില്ല. ആരെയോ തകർക്കാനുള്ള പ്ലാനാ. എന്താ ഇനി അടുത്തത് എനിക്ക് വിഷം തരാനുള്ള പ്ലാനുണ്ടോ? ഈ കണക്കിനാണെങ്കിൽ അത് തന്നെ സംഭവിക്കും. എന്താടി നിന്ന് പെറുവർക്കുന്നേ? ഇനി ഈ വീട്ടിൽ ആരെങ്കിലും അപകടപ്പെടുത്തി ആ കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാനായിരിക്കും അല്ലേ? ദേ, ഇനി ദുർമുഖം കണ്ട് എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത്, മനസ്സിലായോ? പോടി, എന്റെ കൺമുന്നിൽ നിന്ന് പോകാൻ. എന്താ പറഞ്ഞു കേട്ടില്ലേ? എന്റെ കൺമുന്നിൽ നിന്ന് പോവാൻ. അമ്മയും ഡോക്ടർ പറഞ്ഞത് നല്ല ശ്രദ്ധ വേണമെന്നാ. കൂടുതൽ റിസ്ക് എടുക്കരുത്, എന്നാലും പാടിക്കൊള്ളാൻ പറഞ്ഞു. അമ്മയും മോളും മോനും ഇപ്പൊ ഒറ്റക്കെട്ട്. എനിക്ക് വിഷപ്പൊടി കലക്കി തന്നിട്ട് രണ്ടാളും ചിരിക്കുന്നുണ്ടില്ലേ? ഈ ചിരി അവസാനിപ്പിക്കണമെങ്കിൽ ഈ കൂട്ടുകെട്ട് പിരിക്കണം. അതിനെന്താ ഒരു വഴി? മായ, അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് കാണണം, ഒരു സഹായം വേണം. സിത്തൻ തന്ന പൊടി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞതല്ലേ ഐശ്വര്യ? കെയർലെസ് ആയിട്ടാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്? ഇനി മായ കൂടി എന്നെ കുറ്റപ്പെടുത്താനുള്ളൂ, ബാക്കി എല്ലാമായി. ഇതിന്റെ പേരിൽ വസന്തരാമ എന്നെ വെറുത്തു. ശരിക്കും അവിടെ എന്താ സംഭവിച്ചത്? അത് പറയും. എന്റെ മായെ, വസന്തരാമയും ശ്യാമയും കൂടി തല്ലിപ്പിരിയാൻ വേണ്ടി ഞാൻ കാണിച്ച ബുദ്ധി ഇപ്പൊ നേരെ എന്റെ തലയിലായി. ഇത് വല്ലാത്ത കഷ്ടമായല്ലോ. അല്ലെങ്കിൽ തന്നെ അരുണിന് കുറെ കാലമായിട്ട് എന്നെ കണ്ണെടുത്ത കണ്ടൂടാ. ഞാൻ പറഞ്ഞിട്ടില്ലേ ആ അശ്വതി, അവള് അരുണിന്റെ ജീവിതത്തിലേക്ക് വീണ്ടും വന്നു കയറിയതാ എനിക്ക് പ്രശ്നമായത്. ഇത് ഐശ്വര്യയുടെ കഴിവുകേടാന്നേ ഞാൻ പറയൂ.
അശ്വതിയുടെ കാര്യം ഐശ്വര്യ പണ്ടേ പരിഹരിക്കണമായിരുന്നു. മായയ്ക്ക് അറിയാഞ്ഞിട്ടാ. ഞാൻ അവളെയും മോളെയും ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കാൻ പല പ്രാവശ്യം നോക്കിയതാ. ശ്രീകുട്ടിയെ നാടോടികൾക്ക് പിടിച്ചു കൊടുത്തു. എന്നിട്ടും ആ ശ്യാമ ആ കൊച്ചിനെ എവിടുന്നോ തിരിച്ചു പിടിച്ചോണ്ട് വന്നു. സത്യത്തിൽ ഈ ശ്യാമ ഐശ്വര്യയുടെ ജീവിതം തകർത്തിട്ടേ പോകൂ അല്ലേ? അവളും ആക്കിയ അശ്വതിക്കും അരുണും വീണ്ടും കണ്ടുമുട്ടാനും പ്രേമം പുതുക്കാനും വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്നത്. ശ്യാമയ്ക്ക് നമുക്ക് താമസിയാതെ 8ന്റെ പണി തന്നെ കൊടുക്കാം. ആ കാര്യം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ അശ്വതി, അവളുടെ കാര്യത്തിലാണ് നമ്മളിപ്പോ ഒരു തീർപ്പുണ്ടാക്കേണ്ടത്. ഇനി എന്ത് തീർപ്പുണ്ടാക്കാൻ? ഇപ്പൊ അരുൺ ഏത് നേരവും അരുൺ അവളെ ഫോൺ വിളിയും കൊഞ്ചലും ഒക്കെയാ. അതൊക്കെ കണ്ടും കേട്ടും ഞാൻ മടുത്തു. അത് മാത്രോ, ഞാൻ അരുണിനോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാ മതി, അപ്പ എന്നോട് ചാടിക്കടിക്കാൻ വരും. എല്ലാ അശ്വതിയുടെ തലേണ മന്ത്രമാ. ഇങ്ങനെയാണ് അരുണിന്റെയും അശ്വതിയുടെയും പോക്കെങ്കിൽ ഇനി താമസിയാതെ ഐശ്വര്യക്ക് ഒരു വാർത്ത കൂടി കേൾക്കാം. അശ്വതി വീണ്ടും അരുണിന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നു. സത്യത്തിൽ ഇനി അതാ സംഭവിക്കാൻ പോകുന്നത്. ഐശ്വര്യ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഐശ്വര്യ ഇനി എന്തൊക്കെ ചെയ്താലും അരുണിനെ നിയന്ത്രിക്കാനാവില്ല. ആണുങ്ങളുടെ സ്വഭാവം അതാ. അരുണിനിപ്പോ പുതിയ മേച്ചിൽപ്പുറം കിട്ടി. അപ്പൊ പഴയ ഭാര്യയായ നിന്നെ മടുത്തു തുടങ്ങി. മടുത്തു തുടങ്ങിയെന്നല്ല, മടുത്തു, വെറുത്തു. നിന്നെ ഇപ്പൊ കാണുന്നത് തന്നെ അരുണിന് വെറുപ്പാ. ഉടനെ ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. അരുൺ വീണ്ടും നിന്റേത് മാത്രമായിട്ട് തീരണം. അതെ മായ, മായ എന്റെ മനസ്സ് വായിച്ചതുപോലെയാ എല്ലാം പറഞ്ഞത്. അതിന് അരുൺ എന്റേത് മാത്രമാകാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? നീ എന്തിനാ മടിച്ചു നിൽക്കുന്നേ? ആരെയാ ഭയക്കുന്നത് ഐശ്വര്യയെ? അരുൺ ആ അശ്വതിയെ കാണാൻ പോകുന്ന തക്കം നോക്കി നീയും നേരെ ആ അശ്വതിയുടെ വീട്ടിലേക്ക് അങ്ങ് ചെല്ല്. ദേ, ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. ഐശ്വര്യക്ക് അരുണിനെ അശ്വതിയുടെ ബെഡ്റൂമിൽ വെച്ച് തന്നെ പിടികൂടാം. പിന്നെ ഒന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, തകർക്കണം, അവളെ നാണം കെടുത്തണം. അശ്വതി അപ്പോ ആ നിമിഷം നാടുവിടണം. അതിനു വേണ്ടത് ഐശ്വര്യ ചെയ്യും. അതിന് വൈകിക്കരുത് ഐശ്വര്യ. തക്കം നോക്കി നിന്നോ. അരുണിന് അശ്വതിയെ കാണാതിരിക്കാൻ പറ്റില്ല. ഞാനല്ലേ പറയുന്നേ? ഏറ്റു, അത് ഞാൻ ഏറ്റു. പിന്നെ അശ്വതിയുടെ അവസാനമായിരിക്കും. അവളെ ഞാൻ പൊളിച്ചടുക്കും. ഐശ്വര്യ പറയുന്നേ. ശ്യാമ ഓക്കെ അല്ലേ? ആ ഓക്കെ സർ. ആ അപ്പൊ തുടങ്ങാം. ആ ഓക്കെ, പാടിക്കോളൂ.
ആദ്യത്തെ പാട്ട് ഓക്കെ. ഓക്കെ എന്ന് പറഞ്ഞാൽ പോരാ, ഗംഭീരമായിട്ടുണ്ട്. ശ്യാമ കുറച്ച് റെസ്റ്റ് എടുത്തോളൂ. ഇനി 2 പാട്ടുകൾ കൂടി പാടാനുണ്ട്. ആ ശരി സർ. ശ്യാമയെ കൊണ്ട് തന്നെ ഈ പാട്ടുകൾ പാടിപ്പിക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ? എന്തായാലും നമ്മുടെ സിനിമയ്ക്ക് ശ്യാമയുടെ പാട്ടുകൾ ഒരു അസറ്റ് ആയിരിക്കും, ഉറപ്പ്. ആ, അമ്മയുടെ ഫോൺ എവിടെയാവും നോക്കട്ടെ. ആ ഇവിടെ ഉണ്ടല്ലോ. അരുണങ്ങളിനും കണ്ടിട്ട് കുറെ ദിവസമായി, ഒന്ന് വിളിക്കാം. അഭിരാമി. ഹലോ അഭി. ഇത് അബിയല്ല, ശ്രീകുട്ടിയാ. അല്ല ശ്രീകുട്ടിയോ? മോളെങ്ങനെ ഫോൺ എടുത്ത് വിളിച്ചേ? അമ്മയുടെ മൊബൈലിൽ നിന്ന്. ആ അത് ശരി. അപ്പോ അമ്മ എടുത്തില്ലേ? ഇല്ല, അമ്മ കാണാതെ ഞാൻ വിളിച്ചതാ. അതെയോ? അങ്കിൾ എന്താ എന്നെ കാണാൻ വരാത്തെ? മോളെ അത് പിന്നെ എന്താ പിണക്ക? എന്റെ അമ്മയോടും എന്നോടും അങ്കിള് പിണക്ക? ഹേയ് മോളോട് അങ്കിൾ പിണങ്ങേ? അത് പറ്റില്ലല്ലോ. പിന്നെ പിണക്കം അമ്മയോടാ? അത് മോളെ അങ്ങനെയൊന്നുമില്ല. എത്ര ദിവസമായി ഞാൻ അങ്കിളിനൊന്ന് കണ്ടിട്ട്. ശരിയാ, അങ്കിളിനും നല്ല വിഷമമുണ്ട്. അങ്കിളും മോളെ കാണാതെ എനിക്കും നല്ല വിഷമമുണ്ട് മോളെ. എങ്കി പിന്നെ അങ്കിള് മോളെ കാണാൻ വരാത്തെന്താ? മോളെ അത് അങ്കിള് വരാം, പിന്നീട് ആവട്ടെ. അങ്ങനെ പറയല്ലേ, എനിക്ക് ഇപ്പൊ തന്നെ അങ്കിളിനെ കാണണം. അല്ല മോളെ, അങ്കിള് പറ്റില്ലെന്ന് പറയല്ലേ, എനിക്ക് കാണണം. അത് മോളെ അങ്കിള് ഒന്നും പറയണ്ട, എനിക്ക് അങ്കിളിനെ കാണണം. മോളെ ശ്രീകുട്ടി, മോളുടെ അമ്മ എവിടെ ഇല്ലേ? ആരാ? അല്ലേ, അമ്മ ഇവിടെ കറിക്കരിയാ. അപ്പോഴേ ഞാൻ അമ്മ കാണാതെ അങ്കിളിനെ വിളിച്ചേ. എന്നാ മോള് അമ്മയുടെ കയ്യിലേക്കൊന്ന് ഫോൺ കൊടുക്കോ, അങ്കിളൊന്ന് സംസാരിക്കട്ടെ. ഒന്നും വേണ്ട, ഞാൻ പറയുന്നത് അങ്കിള് കേട്ടാ മതി. ഇപ്പൊ ഇവിടേക്ക് വരണം. എന്താ അങ്കിളൊന്നും പറയാത്തെ? അങ്കിള് വന്നില്ലെങ്കിൽ ശ്രീകുട്ടി ഇന്നൊന്നും കഴിക്കില്ല, നോക്കിക്കോ. അയ്യോ ശ്രീകുട്ടി, മോളെ അങ്ങനെ വാശി പിടിക്കല്ലേ. ഞാൻ കഴിക്കില്ല. മോളെ കഴിക്കില്ലെന്ന് പറഞ്ഞാൽ കഴിക്കില്ല. ശരി, എന്നാ മോളെ അങ്കിൾ അങ്ങോട്ട് വരാം. ഇപ്പൊ വരണം. ശരി, ഇപ്പൊ തന്നെ വരാം. മോള് അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്തേ. വേണ്ട, ഇവിടെ വന്നിട്ട് അമ്മയോട് സംസാരിച്ചാ മതി. അങ്കിള് വരണം, ഞാൻ കാത്തിരിക്കും. വരാം മോളെ, ഇപ്പൊ തന്നെ വരാം. ശ്രീകുട്ടി, നീ എന്തായി കാണിച്ചത്? ഞാൻ അങ്കിളിനെ വിളിച്ചു കാണണമെന്ന് പറഞ്ഞു. ഇത് ശരിയല്ല കേട്ടോ. പിന്നെ എനിക്ക് അങ്കിളിനെ കണ്ടേ. മോളെ അത് എന്നാ അമ്മ എന്നെ അങ്കിളുടെ അടുത്ത് കൊണ്ടുപോ. എന്താ അമ്മ ഒന്നും മിണ്ടാത്തെ? അത് മോളെ, അങ്കിളിനെ നമ്മൾ വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. അങ്കിളിനെ എന്നെ കാണുന്ന ഇഷ്ടാ. എനിക്കും അങ്കിളിനെ കാണുന്നത് വലിയ ഇഷ്ടാ. പിന്നെന്താ? മോളെ ഞാൻ പറയുന്നത്, ഞാൻ അങ്കിളിനെ കാണും കാണും കാണും. മോളെ ശ്രീകുട്ടി, ഈശ്വര, മോള്
അവൾക്ക് ഇപ്പൊ അരുണിനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാനാ? ശ്ശേ. പോകുന്ന പോക്കാണ്ടല്ലേ, രഹസ്യ ഭാര്യയെ കാണാൻ എന്ത് ഉത്സാഹോ. ഇതങ്ങനെ വിടാൻ പറ്റില്ല. ഉം. മായ പറഞ്ഞത് തന്നെ സംഭവിച്ചു. അരുൺ ദേ ഇപ്പൊ അശ്വതിയെ കാണാൻ അവളുടെ വീട്ടിലേക്ക് പോവാ. അതെയോ? അരുൺ പുറപ്പെട്ടോ? ആ പോയി. ഇനി എന്തിനാ നീ മടിച്ചു നിൽക്കുന്നേ? നേരെ അശ്വതിയുടെ വീട്ടിലേക്ക് ചെല്ല്. പിന്നെ എന്താ നീ ചെയ്യണ്ടേന്ന് ഞാനിനി പറഞ്ഞു തരണ്ടല്ലോ. അവളെ അശ്വതി തേനെ പാലേന്ന് പറഞ്ഞ് അരുണിന് ഫോൺ വിളിച്ചു. പിന്നെ അരുൺ ഇവിടെ അടങ്ങി നിൽക്കോ? ഇല്ല. ഐശ്വര്യ, അരുണിന്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചെടുക്കാനുള്ള അവസരമായത്. ഇനി ഇങ്ങനൊരു സന്ദർഭം ഒത്തുകിട്ടിയെന്ന് വരില്ല. ബെഡ്റൂമിൽ വെച്ച് തന്നെ നീ രണ്ടിനെയും പൊക്കണം. എന്നിട്ട് അയൽക്കാരുടെ മുന്നിൽ വെച്ച് പരമാവധി നാറ്റിക്കണം. പിന്നെ അരുണ് നിന്റെ ചൊൽപ്പടിക്ക് നിന്നോളും. അശ്വതി മോളും നാടുവിടുന്നതേ അവിടുത്തെ നിന്റെ പെർഫോമൻസ് പോലെ ഇരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അവളെയും മോളെയും നാട്ടുകാരെ കൊണ്ട് അവിടെ നിരക്കി വിടണം. അതിനുള്ള മിടുക്ക് നിനക്കുണ്ടാവണം. നീ പൊളിച്ചടുക്കിയേക്ക്. പോലീസോ കോടതിയോ ഒന്നും നീ പേടിക്കണ്ട. അവിടെ എന്ത് സംഭവിച്ചാലും ശരി, ഇനി ബഹളത്തിന്റെ ഇടയ്ക്ക് നിനക്കവളെ ആ അശ്വതി കൊല്ലേണ്ടി വന്നാലും ശരി, നിന്നെ രക്ഷിക്കുന്ന കാര്യം ഞാനേറ്റു. എന്തിനും ഏതിനും ഐശ്വര്യയോടൊപ്പം ഞാനുണ്ടാവും. അത് നീ ഉറപ്പിച്ചു. നീ ഇനി ആലോചിച്ച് നിൽക്കാണോ? ചെല്ല്, പോയ ആ അശ്വതി തകർത്തെറിയ്. അതെ, ഞാൻ പോവാ. അരുണിന്റെ പിന്നാലെ തന്നെ പോവാ. അശ്വതിയുടെ വീട്ടില് ഇന്ന് പലതും നടക്കും. ഇന്ന് ഒരു കാര്യം തീരുമാനിക്കാൻ പോവാ. ഒന്നുകിൽ അവള് അശ്വതി, അല്ലെങ്കിൽ ഈ ഞാൻ. രണ്ടില് ഒരാള് മതി ഈ ഭൂമിയില്. എന്റെ കൃഷ്ണ, അശ്വതിയെ ശരിയാക്കിയിട്ട് ഞാൻ മായ വിളിക്കാം. നമ്മുടെ വിജയം ആഘോഷിക്കാം. ഓക്കെ? ഓക്കെ.